പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാറുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആലിമീങ്ങളോട്, ആലിം സമൂഹത്തോട് എനിക്ക് പറയാറുള്ളത്, നമ്മളിൽ പലർക്കും പലതും തുറന്നു പറയാ പേടിയാ. നമ്മളിൽ പലർക്കും പല ഉസ്താദന്മാർക്കും പടച്ചവനെ ഉള്ളത് തുറന്നു പറയാ വല്ലാത്ത മടിയാ. കാരണം പേടിയാ, ജോലി പോകുമെന്ന്. പള്ളിയിലെ ഇമാമത, പടച്ചവനെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാകട്ടെ, അവൻ എത്ര വലിയ വൃത്തികേട് കാണിച്ചാലും മോശത്തരങ്ങൾ കാണിച്ചാല് അല്ലാഹുവേ ഉള്ളത് തുറന്നു പറയാതെ പേടിക്കുന്ന ഒരു വിഭാഗമായി ഇന്ന് പടച്ചവനെ ആലിമീങ്ങൾ മാറുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങളാരാ? നിങ്ങളാരാ? അല്ലുലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നിങ്ങൾ ആരെയാ ഭയപ്പെടേണ്ടത്? നിങ്ങൾ ആരെയാ ഭയപ്പെടേണ്ടത്? നിങ്ങൾക്ക് ചെലവിന് തരുന്നത്, നിങ്ങൾക്ക് റിസ്ക് തരുന്നത് പള്ളി കമ്മിറ്റിയല്ല, അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിന്റെ ജോലി പോയാ പോകട്ടെ, നിന്നെ റബ്ബ് നിനക്ക് ഇസ്സത്ത് തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങൾ ഒരുത്തനെയും പേടിക്കരുത്. നിങ്ങൾ ഉള്ളത് പറയാൻ ഒരിക്കലും മടി കാണിക്കരുത്. യവന്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങള് യവന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുമല്ലോ. അതുകൊണ്ട് അവന്റെ മുന്നിലാണെങ്കിലും പറയേണ്ടത് പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയാതെ വരുമ്പോഴാ, പതികാലത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുമ്പോഴാ, അവസാനം ഇസ്സത്ത് നഷ്ടപ്പെട്ട് നാണം കെട്ടിട്ട് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങള് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ പേടിയാ. പറഞ്ഞാ പെട്ടി എടുത്തോണ്ട് പോകേണ്ടവരും. അതന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ കയറിയിട്ട് പടച്ചവനെ, പള്ളിയിലൊക്കെ സെക്രട്ടറിയും കമ്മിറ്റിക്കാരൊക്കെ എന്തൊക്കെ കാണിച്ചാലും, പണക്കാരന്മാർ എന്തെങ്കിലും കാണിച്ചാൽ പറയരുത്, പറഞ്ഞ പെട്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഉസ്കുത്ത് മിണ്ടാതിരിക്കും, അടിമയെ പോലെ കഴിയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഉസ്താദന്മാരുണ്ടാകുന്ന നാട്ടിലാ എന്തൊക്കെ ഉണ്ടാകുന്നത്? ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പോയാ പോട്ടെ ചങ്ങാതി, ഓനല്ലല്ലോ നിനക്ക് ഭക്ഷണം തരുന്ന, അള്ളയല്ലേ. ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ കച്ചവടം നടത്തുന്നവനും എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു വിഭാഗമായി ആലിമീങ്ങൾ ഇന്ന് മാറി. എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പലപ്പോഴും നമുക്കും പലതും പറയണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പലപ്പോഴും പലതും പറയണമെന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൊടി പിടിക്കാൻ കുറെ എണ്ണം ഉണ്ടല്ലോ. അതിനും കൊടി പിടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെങ്ങനാണല്ലോ നമ്മുടെ സമുദായത്തിന് നാണം കെടുത്തുന്നത് നമ്മൾ തന്നെ. എന്തിനാ ഇപ്പൊ നാട്ടുകാരെ പറയണേ? എന്തിനാ നാട്ടുകാരെ പറയണേ? എടാ, എത്രയോ വീടുകളിൽ നിന്ന്, മോനെ ഫൈസലെ ലൈവ് ഉണ്ടോടാ? പേടിയാ പറയാൻ, കാരണം കട്ട് ചെയ്ത് കളയും. എത്രയോ ആൾക്കാരെ ഏതെല്ലാം വീടുകളിൽ നിന്ന് പിടിക്കുന്നു പെണ്ണുങ്ങളെ. ഞാൻ ചെയ്തത് ന്യായീകരിക്കുന്നില്ല, തെറ്റ് ചെയ്തത് ആരായാലും തെറ്റ്. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഉസ്താദിനെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓരോ മഹാന്മാർ അങ്ങോട്ട് ചെന്ന് വീഡിയോ പിടിച്ചിട്ട്, ഉസ്താദിനെ പിടിച്ചു നാണം കെടുത്തടാ. എടാ, ആ ഉസ്താദ് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു കൊടുക്കും. നീ എന്നാ ചെയ്യും? അയാൾ കാണിച്ചത് തെറ്റ്. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, തെറ്റ് തന്നെ. സ്വന്തം തന്ത ചെയ്താൽ തെറ്റ് തന്നെ. അത് ആലിമാണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ ഒരു ഉസ്താദിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട്, എടാ, വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നീ കണ്ടിട്ടുണ്ടോടാ? വേറെ ഏതെങ്കിലും? എടാ, നിന്റെയൊക്കെ ആക്കിബത്ത് എവിടാകും? ഒരു മനുഷ്യന്റെ ഇസ്സത്ത് അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലോ. അത് അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യമല്ലേ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളങ്ങനല്ല. കാസർഗോഡ് നിന്ന് ഒരു പെൺകൊച്ചു ഒളിച്ചോടി പോയാൽ തിരുവനന്തപുരം വരെ അറിയാം. വേറെ എവിടെ നിന്നൊക്കെ പോന്നതാ. ഇന്ന് വരെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയ ഒരു ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോ? ഇതിൽ എന്താ പറയാ, ഒരു മാസം പട്ടിണി കടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്ത തിന്നാൻ കാണിക്കുന്ന ആർത്തിയ ഇതൊക്കെ കിട്ടുമ്പോ, കാസർഗോഡുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി, അയക്കല, ഷെയർ ചെയ്യലില്ല.
എന്താ അപ്പ ഇങ്ങനെ ആയിപ്പോയി സമുദായം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിച്ച അള്ള എനിക്ക് പുറത്തുതരും. നീ എന്ത് ചെയ്യും? ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? ഏറ്റവും വലിയ പാപം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഞാൻ ഈ നാട്ടിൽ വന്ന് ഒരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പെണ്ണ് കേസ് നടത്തി എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എല്ലാവരും എന്നെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ മോഷണം നടത്തി, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. നാട്ടുകാരൊക്കെ ചിലപ്പോ എന്നെ തല്ലും, അതാണല്ലോ ആദ്യം കിട്ടിയ തല്ലലെന്നെ. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോയി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. ഞാൻ ചെയ്തു പോയത് ഓർത്ത് അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയും കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരിക്കൽ മുടിക്കോട് വന്നപ്പോ കുറച്ച് ചെറുപ്പക്കാര് കൂടി നിന്നിട്ട് പറയാ, കണ്ടോടാ അങ്ങാരെ കണ്ടോ, ഉസ്താനെ കണ്ടോ, പണ്ട് മോഷണത്തിൽ പിടിച്ച് തല്ലും കൊടുത്തു പറഞ്ഞു വിട്ട ആളാ, കളിയാക്കുകയാ. മോനെ, നീ അങ്ങനെ പറഞ്ഞാൽ, നീ എന്നെ കളിയാക്കിയാൽ മരിക്കുന്നതിന് മുമ്പ് നീയും ഇതേപോലെ നാറിയിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കും, ഉസ്താദ് ചെയ്തതല്ലേ? ഞാൻ ചെയ്തതാ. എടാ ഞാൻ ചെയ്ത എന്നെ പെണ്ണുകേസിൽ പിടിച്ചിട്ടുണ്ടോ? എന്നെ മോഷണ കുറ്റത്തിന് പിടിച്ചിട്ടുണ്ടോ? ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയതിന് ശേഷം നീ എന്നെ കളിയാക്കിയ എഴുതി വെച്ചോ, നീ നാറിയിരിക്കും മരിക്കുന്നതിന് മുമ്പ്. നിന്നെയും ഏതെങ്കിലും തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ടാകും, തല്ലും. കാത്തിരുന്നോ? അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മക്കളെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ നാട്ടിലില്ലാതെ വരുമ്പോ അവിടെ അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 കാലായി നിർത്താറായ എന്താ പറയണം? എനിക്ക് 2 കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പറയാം, ഇല്ലെങ്കിൽ സലാം പറയാം, കാരണം വിശക്കുന്നു. എന്ത് വേണം ഇപ്പൊ? പറയണോ നിർത്തണോ? വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കി. പൈസ ചോദിക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം കേട്ടാ. പൈസ ചോദിച്ചുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം. അപ്പൊ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പൊക്കിക്കോണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3ാമത്തെ വിഭാഗം എന്തെന്നറിയുമോ? ഈ നാട്ടിൽ ഇന്ന് കാണാതെ വരുന്ന 3ാമത്തെ വിഭാഗം എന്താണ്? റസൂലുള്ളാഹി പറയുന്നു, വമശായിഖ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തെറ്റ് കണ്ടാൽ തിരുത്തുന്ന, തെറ്റ് തെറ്റാണെന്ന് പറയുന്ന, നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്യുന്ന പ്രായമുള്ള ഒരു വിഭാഗം ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നാട്ടില് പ്രായം ചെന്നവര് ഒരു തെറ്റ് കണ്ട അവർ പിടിച്ചു നിർത്തിയിട്ടത് തിരുത്തുമായിരുന്നു. പണ്ടൊക്കെ പ്രായമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വാപ്പാനെ പേടിയില്ലെങ്കിലും പ്രായമുള്ളവരെ പേടിയാ. വാപ്പാനെയും ഉമ്മാനെയും പേടിയില്ലെങ്കിലും പ്രായമുള്ളവര് ഒരു വിഭാഗമുണ്ട്. പടച്ചവൻ അവരിങ്ങനെ കണ്ട, തെറ്റ് കണ്ടാ പറയണ്ട, ഇവിടെ വാടാ, ഇത് തെറ്റാടാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഭാഗം പ്രായമുള്ള ഉപ്പമാരും ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പ്രായം ചെന്നവരങ്ങനെ ഇല്ലല്ലോ. എന്തെല്ലാം പടച്ചവനെ നാടുകളിൽ എന്തെല്ലാം മോശത്തരങ്ങൾ കണ്ടാല്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തേ നിങ്ങൾ കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തത്? തെറ്റ് കണ്ടാ തിരുത്തണമല്ലോ. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ യഥാ സുബഹി നമസ്കാരത്തിന് പോകുമ്പോഴാണ് അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസി വിഷങ്കലർത്തിയ കടാര കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല പോലും താഴെയാണ് വായിലൂടെ ഒഴിക്കുന്ന വെള്ളം തന്റെ കുടലൂടെ വയറ് കയറിയിട്ട് വെളിയിലേക്ക് പോകുന്ന രംഗത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും ഉമർ തങ്ങളെ കാണാൻ വരുമ്പോ ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ നിങ്ങൾ ആരായിരുന്നു ഉമറേ, നിങ്ങൾ ആരായിരുന്നു ഉമറേ? മുത്തുനബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നല്ലോ, കള്ളും പെണ്ണുമായി ജീവിച്ച മനുഷ്യനായിരുന്നല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ, നിങ്ങൾ മുസ്ലിമായല്ലോ, നിങ്ങൾക്ക് ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ, മുത്തുനബിയുടെ കൂടെ നടക്കാൻ കഴിഞ്ഞല്ലോ, അല്ലാഹുവേ മദീനത്ത് കടന്ന് ഷഹീദാകാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. ഇതിനെക്കാരം എന്തേ വേണ്ടത്? ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടാൻ പോയ മനുഷ്യരാ, നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യം തന്നു, മുത്തുനബിയുടെ കൂടെ നടക്കാൻ ഭാഗ്യം തന്നു, അല്ലാഹുവേ നിങ്ങൾക്ക് മദീനത്ത് കടന്ന് ഷഹീദാകാൻ അല്ലാഹു ഭാഗ്യം തന്നു, നിങ്ങൾ ശുഹദാക്കളുടെ കൂടെയാ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഉമർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവേ സന്തോഷത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരൻ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. എന്ത് കാഴ്ചയെന്നറിയോ, എന്ത് കാഴ്ചയെന്നറിയോ? ഉടനെ ഉമർ തങ്ങൾ പടച്ചവനെ തന്റെ കുടൽമാല വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് കൈ ഇങ്ങനെ മരുഭൂമിയിൽ കുത്തി എഴുന്നേറ്റ് പതുക്കെ ഇങ്ങനെ തല ഉയർത്തി. എന്നിട്ട് വിളിക്കുന്നു, യാ ബുനയ്യ യാ അഖീ, പൊന്നുമോനെ പൊന്നുമോനെ. തനിക്കൊരുപാട് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, മോനെ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ, അത് അഹങ്കാരത്തിന്റെ അടയാളവാ, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല. എന്റെ പൊന്നുമോനെ ആ തുണിയൊന്ന് ഉയർത്തുമോനെ. മരണത്തിന്റെ വേളയിൽ കിടന്ന് പിടയുമ്പോ പോലും തന്റെ കണ്ണിന്റെ മുന്നിൽ നടന്ന തെറ്റ്, എന്റെ കണ്ണുകൊണ്ട് കണ്ട തെറ്റ് ഉമർ തങ്ങൾ തിരുത്തി കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, എന്തെല്ലാം തെറ്റുകളാ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്നത്? തിരുത്തുന്നില്ലല്ലോ, എന്തിനാ നാട്ടുകാരെ തിരുത്താൻ പോകുന്നത്? നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു. അല്ലാഹുവേ എന്തുകൊണ്ട് കഴിയുന്നില്ല വാപ്പാ? അല്ലാഹുവേ എന്ന വിവാഹമാണല്ലോ ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. ഇന്ന് പടച്ചവനെ നിക്കാഹിന്റെ രംഗങ്ങൾ പറയേണ്ടതില്ല, ഇന്ന് വിവാഹം നടക്കുന്നത് പടച്ചവനെ അല്ലാഹുവേ, അല്ലാഹുവേ ഇന്ന് വിവാഹ പന്തലുകളിൽ നടക്കുന്ന പേക്കൂത്തുകൾ അറിയുമല്ലോ. അല്ലാഹുവേ എന്തൊക്കെ കോലമാണ്! ആനപ്പുറത്ത് വരുന്നവര്, JCBക്കകത്ത് വരുന്നവര്, ചെണ്ടമേളം നടത്തുന്നവര്, പടക്കം പൊട്ടിക്കുന്നവര്, റോഡിലൂടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്നവര്, വാഹനത്തിന്റെ റാലി നടത്തുന്നവര്, അവിടെ ആണും പെണ്ണിനും വ്യത്യാസമില്ലല്ലോ. പ്രായം ചെന്ന തള്ളമാര് പോലും പടച്ചവനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുമ്പോ ആ നാട്ടില് പ്രായമുള്ളവരില്ല, ആ നാട്ടില് പ്രായമുള്ള ഉമ്മമാരും വാപ്പമാരും ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടല്ലോ. എന്തുകൊണ്ട് തിരുത്തിയില്ല? ചോദിക്കും ബാപ്പാ, നിന്നെയൊന്നും അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹു ഈ നാട്ടിലെ പ്രായമുള്ള ഒരെണ്ണത്തിനെയും അല്ല വെറുതെ വിടത്തില്ല. അല്ല നിന്നെ പിടിച്ചു നിർത്തും. നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഇത് പാപമാണ്, ഇത് അനാചാരമാണ്, ഇത് ഉമ്മത്തിന് ചേർന്നതല്ല, ഇങ്ങനെ പറഞ്ഞു
കൊടുക്കാത്ത ഉപ്പാ ഉമ്മ, നിന്നെ നാളെ അല്ലാഹു പിടിച്ചു നിർത്തും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അതുകൊണ്ട് മാതാപിതാക്കളോട്, ഈ നാട്ടിലെ കാരണവന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയണം വാപ്പാ. നിങ്ങൾ പറഞ്ഞാൽ അവര് കളിയാക്കും, അവര് പുച്ഛിച്ചു തള്ളും, അവര് നിസാരമായി തള്ളിക്കളയും. എന്ത് ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നന്മ പറയാൻ ഭയക്കരുത്, അത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സ്ഥാനവാ. ഈ നാട്ടിലെ പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന സ്ഥാനമാ, നാട്ടുകാര് തന്നതല്ല. പ്രായം ചെന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലാഹു തന്ന സ്ഥാനമാണെന്ത്? നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നീ തിരുത്തണം, അത് നിന്റെ ബാധ്യതയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു. ഏത് വാപ്പയാ പറയുന്നത്? എടാ, ഏത് വാപ്പയാടാ? വീട്ടിലെ കാരണവന്മാര് പടക്കം പൊട്ടിക്കുന്നു, എന്തൊക്കെ മോശത്തരങ്ങൾ കാണിക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയുന്ന ഏത് വാപ്പയാ ഉള്ളേ? ഉണ്ടൂല്ല. സുമ്മുൻ ബുക്കുമുൻ ഉമ്മിയും ഫഹും ലാ യർജൂൻ. അതന്നെ, ഒന്നും മിണ്ടാതിങ്ങനെ നടക്ക. വിടൂല വാപ്പ നിന്നെ ഒന്ന്. നീ പള്ളിക്കകത്ത് പോയിരുന്ന് കുത്തി തസ്ബീഹ് പറഞ്ഞ് നിസ്കരിച്ചെന്ന് പറഞ്ഞ് നിന്നെ റബ്ബ് വിടൂല. തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയണം. ചിലപ്പോ അവരനുസരിക്കൂല, അവര് കളിയാക്കും, അവര് നിന്നെ മോശത്തരമാക്കും. എന്ത് ചെയ്താലും നിനക്കെന്താ? നീ പറയേണ്ടത് പറയണം, നീ പറയേണ്ടത് പറയണം, ഒരു മടിയും വേണ്ട. അല്ലാഹുവേ പടച്ചവനെ, ഇതുപോലെയുള്ള അനാചാരങ്ങൾ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറയണം, ചെറുപ്പക്കാരാ, ഇത് പാടില്ലാത്തതാടാ. അവൻ നിന്നെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഒരു തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാര്, ഒരു തെറ്റ് കണ്ടാ തിരുത്തുന്ന ഉമ്മമാര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ അതിന്റെ വിമുതലത അവസാന പ്രവാചകം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും നാളെ പടച്ചറബിന്റെ കോലത്തതാ പടച്ചറബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്, ഒരു വിഭാഗത്തെ അല്ലാഹു വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാ, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നിങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പൊക്കോ, നിങ്ങൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പൊക്കോ. നിങ്ങൾ ആരാ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തെറ്റ് കണ്ടാ തിരുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളെ, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് വേണോ? തെറ്റ് കണ്ടാ പറഞ്ഞോ, ഇന്ന് മുതല്, ഇന്നത്തെ ഈ രാത്രി മുതൽ തീരുമാനിക്ക്, നിന്റെ കുടുംബത്തില്, നിന്റെ കണ്ണിന്റെ മുന്നില് ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ പറയണം, ഇത് തെറ്റാണ് മോര്, ഇത് തെറ്റാണ് മോളെ, ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, നല്ലതിതാണെന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ഒരു വിഭാഗം നാട്ടിലില്ലാതെ വന്നാ അവളെ അല്ലാഹുവിന്റെ അദാബ്, ദുരന്തങ്ങൾ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നേരത്തെയൊക്കെ പള്ളിയുടെ മുന്നിലൊക്കെ കുറച്ച് പ്രായമുള്ളവരിയ്ക്കും. ഇങ്ങനെ പോകുമ്പോൾ അബൂബക്കറിന്റെ മോനല്ലേടാ, ഇങ്ങ് വാടാ, എന്തുവാടാ നീ ഇങ്ങനെ നടക്കണേ, പാപ്പയ്ക്ക് പേര് ദോഷം കേൾപ്പിക്കാനോ, നേരെ ജമ്മ മുടിയും വെട്ടി നടക്കടാ, ഇന്നാരാ പറയണേ? അവിടെ നടക്കട്ടെ, നമ്മളങ്ങോട്ട് പോണ്ട. ആനപ്പടയും ചെണ്ടപ്പടയൊക്കെ നടന്നാലും എന്തൊക്കെ നടന്നാലും സുല്ല മിണ്ടാൻ നടക്കാം. അല്ല വിടും വെറുതെ ഇട്ടാ, അല്ല എല്ലാത്തിനെയും വെറുതെ വിടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, ഒരു ചരിത്രം കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു പ്രവാചകന്റെ സമുദായത്ത്, മൂസാ നബിയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു പ്രവാചകന്റെ സമുദായത്തോട് അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്, എല്ലാവരും ഇബാദത്ത് ചെയ്യണം. കേട്ടില്ല, കുറെ എണ്ണം മീൻ പിടിക്കാൻ പോയി, കുറെ എണ്ണം മീൻ പിടിക്കാൻ പോയി. പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ മീൻ പിടിക്കാൻ പോയവർ അല്ലാഹു നീ കോലം മറിച്ചേക്കണേ തമ്പുരാനെ, കൊരങ്ങന്മാരായിട്ട്. അല്ലാഹുവേ പടച്ചവനെ പറഞ്ഞതനുസരിക്കാത്തവരെ നീ കോലം മറിച്ചേക്കണം, കൊരങ്ങന്മാരായിട്ട് കോലം മറിക്കണം. അപ്പൊ ഇങ്ങനെ കടലിൽ മീൻ പിടിക്കാൻ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയായിട്ട് വരുന്നത് കാണാൻ വേണ്ടി ഈ പോകാത്ത മഹാന്മാര് കരയിൽ ഇങ്ങനെ കാത്തിരിക്കടാ, ഇപ്പൊ വരും എല്ലാണോ, ഇപ്പൊ വരും, ഇങ്ങനെ കരയിൽ നോക്കി നിൽക്കാം. അപ്പൊ ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവന്മാരെ നീ ആദ്യം കോലം മറിക്കണേ എന്ന് ദുആ ചെയ്തു. കാരണം എന്ത്?
ഈ കടലിൽ പോയവരുടെ കൈ പിടിച്ചിട്ട് ഇത് പോകല്ലേ എന്ന് തിരുത്തി കൊടുക്കാത്തവരവര്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മറ്റൊരു ചരിത്രം കാണാം. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചു കളയാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുട്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കാം. അള്ളാഹു പറഞ്ഞു, ആ കുട്ടി ഫാത്തിഹ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തു. തിരിച്ചു വിളിച്ചു. പിന്നീട് ഒരിക്കൽ ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഉസ്താദ് നിസ്കരിക്കുക, അങ്ങനെ കരുത്. ഒരു ഉസ്താദ് വലിയ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വിചാരിച്ചു, ഫാത്തിഹ ഓതിയപ്പോ തന്നെ അള്ളാഹ് വെറുതെ വിട്ടല്ലോ, അപ്പൊ പിന്നെ നിസ്കരിച്ചാ വെറുതെ വിടൂല്ലേ? അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരു ആലിം, ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹ് എന്ത് ചെയ്യണം പടച്ചവനെ? അള്ളാഹു പറഞ്ഞു, ആദ്യം ആ ഉസ്താദിന്റെ കാലി വാരി തറയിലടിക്കും. ആദ്യം ആ ഉസ്താദിന് ആദ്യം കാലി വാരി തറയടി, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. കാരണം എന്തേ? തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഉസ്താദായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ വാപ്പ, ഇനി ഈ നാട്ടിൽ തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. അതാണായാലും പെണ്ണായാലെങ്കിലും. അതിലൂടെ വേണം നിനക്ക് സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ വിഭാഗം ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 1ാമത്തെ വിഭാഗം നീതിമാനായ ഭരണാധികാരി, 2 സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ, 3 തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന മാതാപിതാക്കൾ, ഉപ്പമാർ, പ്രായമുള്ളവർ, 4 അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു, വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തൽ ഊലാ. അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു, 4ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള 4ാമത്തെ കാരണം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിത ശൈലിയാ. എന്റെ പ്രിയമുള്ളവരെ, 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ പോലെ, ആ ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ പോലെ തോപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ആരാ നിഷേധിക്കാൻ കഴിയുക? ഇത് പറയുമ്പോ മുടിക്കോടുള്ള പെങ്ങന്മാരെ, ഉസ്താദിനെ പ്രാപിയിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു എന്നെ വെറുതെ വിടില്ല. പെങ്ങള്, ഒന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങന്മാര്, ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മുഴുവനും അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവേ, ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പിറകിലാണ്. എന്തെല്ലാം കാരണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? ഏതെങ്കിലും സിനിമയുടെ ഡയലോഗുകൾ കാണാതെ പഠിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ സഹിക്കൂലല്ലോ. ഈ മുസ്ലിം പെണ്ണിനെന്തേ സംഭവിച്ചു പോയത്? എന്തേ പെണ്ണേ നീ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, സങ്കടം കൊണ്ട് പറയുന്നതാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, ഇന്ന് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങളാ. എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? അതാ 15ഉം 20ഉം 30ഉം വയസ്സുള്ള, 15ഉം 20ഉം 25ഉം വയസ്സുള്ള പെണ്ണുങ്ങൾ ചെയ്താ പറയാ, അവൾക്ക് പക്വത എത്തിയിട്ടില്ലെന്ന്. ഉമ്മ, നിനക്ക് പക്വത എത്തിയില്ലേ ഉമ്മ? ഒരുപാട് പ്രായമായില്ലേ ഉമ്മ? 3ഉം 4ഉം മക്കളുടെ തള്ളയായില്ലേ ഉമ്മ? നീ എന്തേ ഉമ്മ ഇങ്ങനെ ആയിപ്പോയത്? മക്കളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മമാരാ. സ്വന്തം മക്കള് പേക്കൂത്ത് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് വാപ്പയും ഉമ്മയുമാ. എത്ര ചീത്തയാ വിളിക്കുന്നതെന്നറിയോ? ഒരു നാണവുമില്ലാതെ മുസ്ലിം പെണ്ണ് എത്ര ചീത്തയാണ് വിളിക്കുന്നത്, എന്തെല്ലാ വൃത്തികേടുകളാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ. ഇന്ത്യ മഹാരാജ്യത്ത് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്. പക്ഷേ എന്റെ പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, ആ ഫർദ് ഒന്ന് ഊരി വെക്കുമോളെ. അത്രയെങ്കിലും ഒരു കരുണ കാണിക്കടി, അത്ര
അത്രയെങ്കിലും ഒരു കരുണ നീ കാണിക്ക്. എന്തിനായി ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്, ഈ സമുദായത്തിനെ നാണം കെടുത്തുന്നത്? നിനക്ക് ചിലപ്പോൾ അതൊരു കറുത്ത വസ്ത്രമായിരിക്കുവടി, പക്ഷേ അത് വെറും ഒരു വസ്ത്രമല്ല. മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഒരുപാട് മഹദിമാര് ധരിച്ച വസ്ത്രമാ മോളെ. അതിനൊരു വിലയുണ്ടടി. അതിന് കേവലം 300-400 വിലയല്ല. അല്ലാഹുവേ, അതിന് വല്ലാത്ത ഒരു വിലയുണ്ട്. ആ ഫർദ നോക്കിയിട്ടൊരു സമുദായത്തിന് വിലയിരുത്തുന്ന കാലവാ. എന്റെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, അതപ്പതിച്ച് എവിടെ എത്തിയെന്നറിയുമോ? അല്ലാഹുവേ, ഇന്ന് ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാ, പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺമക്കളുണ്ടല്ലോ, കണ്ണിന്റെ മുന്നിൽ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരുണ്ട്, അതാ പടച്ചവനെ കൂടപ്പിറപ്പിന്റെ പ്രായമുള്ളവരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, എന്തിന് സമപ്രായക്കാരുണ്ട്, എന്തിന് പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ പടച്ചവനെ ആ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് ചാരിയിരുന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കുന്ന അവന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ മുസ്ലിം പെണ്ണ് മാറുമ്പോ അല്ലാഹുവേ, എവിടെ നോക്കിയാലുമുണ്ട്. കല്യാണ പന്തലുകളിലാകട്ടെ, എന്തിനെ പടച്ചവന് സ്കൂളിന്റെ പരിപാടികളിലാകട്ടെ, അല്ലെങ്കിൽ ഓണപരിപാടികളാകട്ടെ, എല്ലാത്തിനും ഈ പെമ്മക്കളാണല്ലോ. നമ്മുടെ ഹിജാബിട്ട തലമറച്ച എടി എന്തൊക്കെ വസ്ത്രമുണ്ട്, ചുരിദാറുമിട്ട് തലയിൽ തുണിയിടാതെ നീ എന്ത് വേണമെങ്കിലും കാണിക്കടി. എന്തിനാ ഫർദ ധരിച്ചുകൊണ്ട് ഹിജാബിട്ടുകൊണ്ട് മുസ്ലിം കോലത്തിൽ നീ ധിക്കാരം കാണിക്കുന്നത്, അഹങ്കാരം കാണിക്കുന്നത്? ഇത് പറഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെറുപ്പാട്. ചിലപ്പോൾ നാളെ ഇതിന്റെ പേരിൽ എനിക്ക് ചീത്തവിളി കേൾക്കേണ്ടി വരും. എങ്കിലും എനിക്ക് പ്രശ്നമില്ല പെങ്ങള്, എനിക്കൊരാഗ്രഹമേ ഉള്ളു, എവിടെ കിടന്നു മരിച്ചാൽ ഈമാനോടുകൂടി മരിച്ചാ മതി. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷേ പറയേണ്ടത് പറയണം മോള്. എത്ര പേര് നിന്റെ കൂടെ നടന്നാല് എടി നീ മരിക്കണ്ടവളാണെന്നുള്ള ചിന്ത നിനക്ക് വേണമടി. എല്ലാം കഴിഞ്ഞിട്ട് അവസാനമല്ല, നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പോകണ്ടവളാ. ഈ അഹങ്കാരം കാണിക്കുന്നവളോട് മക്കളേത് തോന്നിമാസം കാണിച്ചാല് അവരുടെ കൂടെ നിൽക്കുന്ന ഉമ്മമാര് നീ എപ്പോഴും പറയുമല്ലോ, പെങ്ങള് പ്രസവത്തിന് മരണവേദനയാണെന്ന്. എടി നീ അനുഭവിച്ചവളാണെങ്കിൽ ആ മരണവേദന, പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു മരണവേദന വരാനുണ്ടല്ലോ. ഈ അനുഭവിച്ച നിനക്കതിനെ കുറിച്ചറിയാമല്ലോ, ഞങ്ങൾക്ക് ആ വേദനയെ കുറിച്ചറിയില്ല. എന്തേ ചിന്തിക്കാത്തത്? ഈ അഹങ്കാരമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? അവസാനം നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് നിന്നിട്ട് പറയും, വിളിക്കടി, ആരെ വേണമെങ്കിലും വിളിക്ക്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആരെ വിളിക്കുവടി പൊന്നുമോളെ? നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? എന്റെ ഓരോ പെണ്ണിനോടും സ്വന്തം പെങ്ങളെ പോലെ പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസം പോയി നിൽക്കണമടി അള്ളാന്റെ മുന്നിൽ. ഒരു ദിവസം പടച്ചവന് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്ന് ഒരുത്തിയും മറന്നു പോകരുത്. ഈ പ്രവർത്തനം കാണിക്കുന്ന, ഈ ധിക്കാരം കാണിക്കുന്ന പടച്ചവനെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദി കെട്ടതുപോലെ ജീവിക്കുന്ന പെങ്ങള്, അല്ല നിന്നെ പിടിച്ചു നിർത്തുമടി. പിടിച്ചു നിർത്തിയിട്ട് അല്ല
ചോദിക്കുമ്പോ നീ പറയണമടി, ഈ കാണിച്ച ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ ധിക്കാരം നാളെ നീ അവിടെ വെച്ച് കാണിക്കണം പൊന്നുമോള്. നിനക്കുമറിയാ നീ പടച്ചവനെ മിണ്ടാതെ കടന്നു കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല. സ്നേഹം കൊണ്ട് പറയുകയാ മോളെ, പ്രായം കുറെ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നാവ്. 40, 50, 60 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം നിന്റെ 18, 19 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞില്ലേ? 50, 60 വയസ്സുള്ള ഉമ്മമാര് ചെയ്യാത്ത പാപം പോലും നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നീ ചെയ്ത് അറുമാദിച്ചു സുഖിച്ച് നടന്നില്ലേടി? ഇനിയെങ്കിലും ഒന്ന് നിർത്ത്, ഇനിയെങ്കിലും ഒന്ന് നേരെയാക്. അല്ലാഹുവേ, ഈ സമുദായത്തിന് നീ ഈമാൻ നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, 4 വിഭാഗം പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? ഈ പറയുന്ന പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? ഇവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ, ഇവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്, അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ ഗതി അറിയുമല്ലോ, അവന്റെ ഗതി അറിയുമല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങള് നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരല്ലാഹു ശപിച്ചവരാ, നിന്റെ നാശത്തിന്റെ കാരണം അവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ പെണ്ണേതെന്നറിയോ? ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണാ. പടച്ചവനെ, ആണുങ്ങളായിരുന്ന ശരീരത്തിൽ പച്ച കുത്തി നടന്നത് ഇന്ന് പെണ്ണുങ്ങളും അതൊരു ഫാഷനാണ്. പടച്ചവനെ, ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളില് പച്ച കുത്തികെട്ട് നടക്കുന്ന പെണ്ണ്, നിന്നെ അല്ലാഹു ശപിച്ചതാടി, നിന്നെ അല്ലാഹു ശപിച്ചതാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര്, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കടാ, കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കടാ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കടാ, നിന്റെ അനുജത്തിമാരുടെ മുഖത്ത് നോക്ക്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ പിരിയത്തിലെ മുടിയതാ മുറിച്ചു മാറ്റുന്ന പെണ്ണ്, മുടി പിടിത് കളയുന്ന പെണ്ണ്. നിന്റെ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ പോയി നോക്കടാ, നിന്റെ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്. നിന്റെ ഉമ്മ 40 വയസ്സുള്ള നിന്റെ തള്ളയുടെ പിരിയത്തിൽ നോക്ക്. എങ്ങനാ നിനക്ക് നന്ദി ഉണ്ടാകുന്നത്? നിന്റെ വീട്ടിൽ എങ്ങനാ റഹ്മത്തിറങ്ങുന്നത്? അല്ലാഹുവേ, നിനക്ക് എങ്ങനെയാ ബർക്കത്ത് കിട്ടുന്നത്? അല്ലാഹുവിന്റെ ശാപം കിട്ടിയ ഒരുത്തി നിന്റെ വീടിന്റെ അകത്തുണ്ടല്ലോ. പെങ്ങളെ, എന്തിനാടി പൊന്നുമോള്, എന്തിനാ ഇത് ഖബറിൽ കൊണ്ടുവച്ചാ പുഴുത്ത് നാറുമല്ലോ, നിന്റെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ. 3-ന്റെ അന്ന് എല്ലാവരും നിന്റെ വീട്ടില് യാസീൻ ഓതി ദുആ ചെയ്ത് മധുരം കഴിക്കുമ്പോ നിന്റെ കണ്ണുണ്ടല്ലോ, നിന്റെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങും പെണ്ണ്. 7-ന്റെ അന്ന് നിന്റെ വയറ് പൊട്ടുപടി പുഴുത്ത് നാറും പെങ്ങള്. ഇത്രയേ ഉള്ളു നിന്റെ ശരീരത്തില്, പിന്നെ എന്തിനാവുമ്മ? ചിന്തിക്ക് സഹോദരിമാര്, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ പെണ്ണുങ്ങൾ അവരാ. 3-ാമത്തെ വിഭാഗമാരാ? അല്ലാ, ചായം തേക്കുന്ന പെണ്ണുങ്ങളാ. പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി മുടിയിൽ ചായം